ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിൽ സ്ഥിതി ചെയ്യുന്ന അരുവിത്ര പള്ളിയിലാണ്. സെൻറ്റ് ജോർജ് സീറോ മലബാർ കാത്തലിക് ഫൊറോന പള്ളി എന്നും കൂടി അറിയപ്പെടുന്ന പള്ളിയാണ് അരുവിത്ര പള്ളി. അരുവിത്ര പള്ളി 1-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. യേശുവിൻ്റെ അപ്പോസ്തലനായ സെൻറ്റ് തോമസ് അരുവിത്ര സന്ദർശിക്കുകയും പ്രമുഖ കുടുംബങ്ങളെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും മീനച്ചിൽ നദിയുടെ തീരത്ത് ഒരു കുരിശ് സ്ഥാപിക്കുകയും ചെയ്തുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. പാലാ രൂപതയിലെ ആദ്യത്തെ പള്ളിയാണിത്. 1-ാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിച്ചത്. സെൻറ്റ് തോമസ് ഇവിടെ 7 പള്ളികൾ സ്ഥാപിച്ചു. 16-ാം നൂറ്റാണ്ടിന് മുമ്പ് 1-2 തവണ പള്ളി പുനർനിർമ്മിച്ചതായി റിപ്പോർട്ടുണ്ട്. 16-ാം നൂറ്റാണ്ട് വരെ പ്രദേശത്തെ പ്രമുഖ കുടുംബങ്ങളാണ് പുരാതന പള്ളികൾ നിർമ്മിക്കുകയും പരിപാലിക്കുകയും ചെയ്തത്. 14-ാം നൂറ്റാണ്ടിൽ സെൻറ്റ് തോമസ് സ്ഥാപിച്ച നിലയ്ക്കൽ പള്ളിയോ ചായൽ പള്ളിയോ നശിപ്പിക്കപ്പെട്ടപ്പോൾ നിരവധി കുടുംബങ്ങൾ സെൻറ്റ് ജോർജിൻ്റെ ഒരു പ്രതിമയുമായി അരുവിത്തറയിലേക്ക് കുടിയേറി. പ്രതിമയുടെ ആവിർഭാവത്തിന് ശേഷം ആളുകൾക്ക് വിശുദ്ധനിൽ അചഞ്ചലമായ വിശ്വാസം ഉണ്ടാകാൻ തുടങ്ങി. കൂടാതെ അദ്ദേഹം തൻ്റെ അനുയായികൾക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നതിൽ പ്രത്യേകിച്ചും പ്രയോജനപ്പെട്ടു. വിശുദ്ധൻ്റെ മധ്യസ്ഥതയിലൂടെ ലഭിച്ച നിരവധി അനുഗ്രഹങ്ങൾ കാരണം 16-ാം നൂറ്റാണ്ടിൽ പള്ളി അദ്ദേഹത്തിന് സമർപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രതിമ പ്രധാന അൾത്താരയ്ക്ക് മുകളിലായി മധ്യഭാഗത്ത് സ്ഥാപിക്കുകയും ചെയ്തു. തൽഫലമായി സെൻറ്റ് മേരീസ് പള്ളി അരുവിത്ര, സെൻറ്റ് ജോർജ് പള്ളി അരുവിത്ര എന്നറിയപ്പെട്ടു. അരുവിത്ര തിരുനാൾ എന്നറിയപ്പെടുന്ന തിരുനാളിന് സെൻറ്റ് ജോർജ് പള്ളി പ്രശസ്തമാണ്. ഏപ്രിൽ മാസത്തിൽ 3 ദിവസങ്ങളായി നടക്കുന്ന ഈ ആഘോഷം സാധാരണയായി 23 മുതൽ 25 വരെ നീണ്ടു നിൽക്കും. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തരെ ഇത് ആകർഷിക്കുന്നു. പട്ടണത്തിലൂടെയുള്ള സെൻറ്റ് ജോർജിൻ്റെ മഹത്തായ ഘോഷയാത്ര, വെടിക്കെട്ട്, മനോഹരമായ പള്ളിപ്രകാശം എന്നിവയാൽ ഈ തിരുനാൾ പ്രശസ്തമാണ്. ഭരണങ്ങാനം സെൻറ്റ് അൽഫോൻസ ശവകുടീരത്തിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ അകലെയാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. 2 പള്ളികളും പ്രധാന റോഡരികിലാണ്. ബസ്സുകൾ എളുപ്പത്തിൽ ലഭ്യമാണ്. 2 പള്ളി ക്യാമ്പസുകളിലും നല്ല പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് കാണുന്ന ദൈവാലയം 9 വർഷം കൊണ്ട് പണി പൂർത്തിയാക്കി 1951 കൂദാശ ചെയ്തു. പള്ളിക്ക് 170 അടി നീളവും 50 അടി വീതിയുമുണ്ട്. മണിമാളികയ്ക്ക് 120 അടി ഉയരമുണ്ട്. അതിൻ്റെ മേലുള്ള ക്രിസ്തുരാജൻ്റെ രൂപത്തിന് 15 അടി പൊക്കവുമുണ്ട്. കുരിശാകൃതിയിലാണ് ഈ പള്ളി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പഴയ ദേവാലയത്തിനു മുമ്പിലുണ്ടായിരുന്ന ഹൈക്കല ഒരു അഗ്നിയിൽ പോർച്ചാക്കി വല്യച്ഛനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അൾത്താരയുടെ മുൻവശമാക്കി പഞ്ചലോഹ നിർമ്മിതമായ ഒരു കുരിശും പള്ളി അങ്കണത്തിലുണ്ട്. മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പള്ളി കോട്ടയത്ത് നിന്ന് ഏകദേശം 35 കിലോമീറ്റർ അകലെയാണ്. അരുവിത്ര തിരുനാൾ അഥവാ സെൻറ്റ് ജോർജ് പള്ളി പെരുന്നാൾ വളരെ പ്രസിദ്ധമാണ്. ഇത് സാധാരണയായി ഏപ്രിൽ 23 മുതൽ 25 വരെ ആഘോഷിക്കുന്നു. പെരുന്നാളിന് പട്ടണത്തിലൂടെയുള്ള വിശുദ്ധ ഗീവർഗീസിൻ്റെ വലിയ ഘോഷയാത്ര, കരിമരുന്ന് പ്രയോഗം, പള്ളിയുടെ മനോഹരമായ അലങ്കാരങ്ങൾ എന്നിവയുണ്ട്. ഈ പള്ളി പാലാ രൂപതയുടെ കീഴിലാണ്. അരുവിത്ര പള്ളി വിശ്വാസികളുടെയും തീർത്ഥാടകരുടെയും പ്രധാന കേന്ദ്രമാണ്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.